താഷ്കണ്ടിൽ അപകടത്തിൽ മരിച്ച മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയെക്കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത്. അദ്ദേഹം ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയായി ചുമതല ഏറ്റെടുത്ത സമയം യാത്രകൾക്കായി ഒരു കാറ് വേണമെന്ന് മക്കളും ഭാര്യയും അദ്ദേഹത്തോട് വല്ലാതെ നിർബന്ധിച്ച് ആവശ്യപ്പെട്ടു. അദ്ദേഹം ആദ്യമൊന്നും വഴങ്ങിയില്ല. കാര്യം അദ്ദേഹത്തിന് അതിനുള്ള പൈസ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ ഇല്ലായിരുന്നു. എന്നാൽ ഭാര്യ നിരന്തരമായി നിർബന്ധിച്ചപ്പോൾ ഒടുവിൽ 12,000 രൂപ വിലയുള്ള ഒരു ഫിയറ്റ് കാർ വാങ്ങാൻ ലാൽ ബഹദൂർ ശാസ്ത്രി തീരുമാനിച്ചു. പക്ഷേ ഈ അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ ബാങ്കിൽ ആകെ ഉള്ളതോ 7,000 രൂപ. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്നും 5,000 രൂപ ലോണും കൂടെ എടുത്ത് കാർ വാങ്ങിച്ചു. എന്നാൽ വായ്പ തിരിച്ചടയ്ക്കും മുമ്പ് താഷ്കണ്ടിൽ വെച്ച ലാൽ ബഹദൂർ ശാസ്ത്രി വിമാനാപകടത്തിൽ മരിച്ചു. വായ്പ എഴുതിത്തള്ളാൻ പഞ്ചാബ് നാഷണൽ ബാങ്ക് തീരുമാനിച്ചു. കാരണം ഇനി അദ്ദേഹത്തിന് പിന്നാലെ നോട്ടീസ് അയച്ച് നടന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല എന്നതുകൊണ്ട് അദ്ദേഹം ഇനി അദ്ദേഹത്തിൻ്റെ വീട്ടുകാരൊന്നും ഇനി ലോൺ അടയ്ക്കേണ്ട. ഇക്കാര്യം PNB അഥവാ പഞ്ചാബ് നാഷണൽ ബാങ്ക് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ കുടുംബത്തെ അറിയിച്ചു. പക്ഷേ ശാസ്ത്രിയുടെ ഭാര്യ ലളിത അതിന് തയ്യാറായില്ല. ജീവിതത്തിൽ ഒരിക്കൽ പോലും ആരിൽ നിന്നും ഒരൗദാര്യവും ആനുകൂല്യവും സ്വീകരിക്കാത്ത ആളായിരുന്നു എൻ്റെ ഭർത്താവ്. അതുകൊണ്ട് തന്നെ വായ്പ നിങ്ങൾ എഴുതിത്തള്ളുന്നത് അദ്ദേഹത്തിൻ്റെ വിശ്വാസങ്ങൾക്കും മൂല്യങ്ങൾക്കും നിരക്കില്ല. അത് ലളിത ശാസ്ത്രി ബാങ്കിനെ അറിയിച്ചു. കുടുംബ പെൻഷനിൽ നിന്നും ചെറിയ ചെറിയ തുകകൾ നൽകി ഈ വായ്പയുടെ തിരിച്ചടവ് ഈ ഭാര്യ പൂർത്തിയാക്കി. മരണശേഷവും ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ കുടുംബം അദ്ദേഹത്തിൻ്റെ ആദർശത്തിൽ വെള്ളം ചേർക്കാൻ അനുവദിച്ചില്ല. മൂല്യാധിഷ്ഠിത ജീവിതം അത്ര എളുപ്പമുള്ള കാര്യമാണ്, വലിയ പ്രയാസമാണ്. ചുറ്റും കള്ളന്മാരാണെങ്കിൽ നമ്മൾ മാത്രം നേരെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 30 പേര് മുണ്ടില്ലാതെ നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഒരുത്തൻ തുണി എടുത്തുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവനെ ആളുകൾ കൂകി വിളിക്കും. അത് നമ്മുടെ ഒരു വർത്തമാനകാല അവസ്ഥയാണ്. അധികാരത്തിലിരിക്കുമ്പോൾ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ വലിയ പാടാണ്. പക്ഷേ അതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. ഈ ഡിജിറ്റൽ ലോകത്ത് ഒരുപാട് തെളിവുകൾ നിങ്ങളെ തേടി വരും. കള്ളത്തരവും വൃത്തികേടും കാണിച്ചാൽ കുറച്ച് താമസിച്ചാലും കൈയോടെ പിടിക്കപ്പെടും എന്നത് യാഥാർത്ഥ്യമാണ്. പിടിക്കപ്പെടും എന്നുള്ളത് നമുക്ക് എത്രയോ തവണ തെളിയിക്കപ്പെടുന്നുണ്ട്. ജനസേവനത്തെ നമുക്ക് ബിസിനസ്സായിട്ട് കാണാൻ പാടില്ല, കാണാൻ പറ്റത്തുമില്ല. നിസ്വാർത്ഥമായ സേവനമാകണം ജീവിത ലക്ഷ്യം എന്നുള്ളൊരു നല്ല ചിന്തയോടെ നമുക്ക് തീരുമാനിക്കാം. ലാൽ ബഹദൂർ ശാസ്ത്രി മൂല്യങ്ങളെ മുറുകെ പിടിച്ചു. ഗാന്ധിയൻ തത്വങ്ങളിൽ അദ്ദേഹം വിശ്വസിച്ചു. വാക്കും പ്രവൃത്തിയും തമ്മിൽ അദ്ദേഹം കൂട്ടി യോജിപ്പിച്ചു. ആ ഒരു നല്ല ചിന്തയോടെ നമുക്ക് മൂല്യങ്ങൾ, വാല്യൂസ് എന്ന് പറയുന്ന ജീവിതത്തിൽ ഏറ്റവും പ്രധാനമാണ്. കാര്യം അതൊക്കെ ഒരിക്കലും നശിക്കൂ. ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അത് വീണ്ടെടുക്കാൻ കഴിയില്ല. നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് 100 രൂപ കൈക്കൂലി കൊടുത്താൽ നമ്മുടെ വാല്യൂ സിസ്റ്റം പോയി. പിന്നെ ഞാൻ ഇന്നു മുതൽ നേരെ ചൊവ്വേ സത്യസന്ധനായി നടക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ മൂല്യങ്ങളിൽ വിശ്വസിക്കുക, മൂല്യങ്ങളിൽ നിന്ന് അടിപതറാതെ, മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ നമ്മൾ ഉറച്ചു നിൽക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.